ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അന്ന് ഞാൻ അത്ര വലിയൊരു ഹീമാന്റെ ഫാനാണെന്നൊന്നും അറിയില്ല. ഞങ്ങളുടെ മൂത്ത മോനെ ആക്ച്വലി ഹീമാൻ എന്നൊക്കെ പറഞ്ഞപ്പോ എന്ത് ഹീമാൻ കാണാനൊന്നും ഞാൻ പോന്നില്ല. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ്. ഞങ്ങൾ കണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ടാണ് പോയി കണ്ടിരിക്കുന്നത്. അടിച്ചു പൊളിച്ചു എന്ന് പറയാം. നല്ല പടം. അപ്പോൾ നിനക്കും എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആയിരുന്നു. നമ്മുടെ പിള്ളേർക്കാണെങ്കിൽ അവർക്ക് നൊസ്റ്റാൾജി അല്ല, അവർക്ക് അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ. ഈ ഹീമാൻ എന്ന് പറഞ്ഞ സംഭവം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് നമ്മുടെ ചെറിയ പ്രായത്തിൽ. നമ്മൾ ഏതാണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അതിനു വേണ്ടി എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയിരിക്കും. അത് അല്ലെങ്കിൽ അതിൻ്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് നെക്സ്റ്റ് ഡേ ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞ ഹീമാനായിട്ട് വന്നിരിക്കുന്ന ആരാണ്? നിക്കോളസ് എന്നുമായിട്ടുള്ള ആള് നല്ല ആപ്റ്റാണ്. പിന്നെ ഇതിന്റെ ഡയറക്ടറിനെ എടുത്തു തന്നെ പറയണം. കാരണം ഇതിന്റെ ആ കാർട്ടൂൺ നമ്മൾ അന്ന് കണ്ട ആ വേർഷന്റെ ഒരേ സംഭവം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് ആ ഒരു കാർട്ടൂൺ നമ്മൾ അന്ന് കണ്ടതിന് അതിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു നൊസ്റ്റാൾജിക്ക് ഫീൽ കിട്ടുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് ചില കാര്യങ്ങൾ അത് ഇഷ്ടപ്പെടാത്ത വെച്ചാൽ അതിന്റെ ആ സ്ക്രിപ്റ്റിങ് ചെറിയ എവിടെയോ ഒരു നീട്ടിയതുപോലെ ഇരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പൊ ജസ്റ്റ് നമ്മളൊരു കോമിക് മൂവി കാണുന്ന പോലെ അല്ല. അതിനകത്ത് കുറെ ഫാദർ മകൻ ആ ഒരു റിലേഷൻ, കണ്ണ് നനഞ്ഞു പോയി. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേരൊക്കെ ഭയങ്കര ത്രില്ലാണ്. എൻ്റെ മൂത്തയാള് നിങ്ങൾക്കറിയാം, അബ്രാം എന്നായിട്ടുള്ള അവൻ ഈ സിനിമയിലുള്ള ഓരോ ക്യാരക്ടേഴ്സിന്റെ നെയിമൊക്കെ പറയുന്നുണ്ട്. അപ്പം അതാണ്. നിന്റെ എന്താണ് അഭിപ്രായം ഇതിനെ കുറിച്ച്? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതായത് എൻ്റെ ചെറുപ്പകാലത്തിൽ എന്തായാലും ഷുവറായിട്ടും ഇത് കാണാനായിട്ട് എൻ്റെ അറ്റൻഡൻസ് ഉണ്ടാവും കേട്ടോ. വേറെ ആരുണ്ടായില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് ദൂരദർശനിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവിടെ എന്തായാലും ഉണ്ടാവും. ഞാൻ ഫുൾ ടൈം അത് കണ്ടതിന് ശേഷമേ ഞാൻ അവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ അത്ര വലിയൊരു ഹീമാൻ്റെ ഫാനാണെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തുകൊണ്ടോ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു എൻ്റെ ചെറുപ്പകാലം. ഞാൻ 90s കിഡാണ്. അപ്പോൾ അന്ന് നമുക്കുള്ളത് മറ്റേ സൂപ്പർമാനും ആര്യമാനും പിന്നെ ഈ ഇതൊക്കെയാണ് നമുക്ക് ഹീമാൻ. അന്ന് നമുക്ക് വളരെ കുറച്ച് ഫോക്കസേ ഉള്ളൂ ഈ സൂപ്പർ ഹീറോ. സൂപ്പർ ഹീറോ ശക്തിമാനൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അന്ന് അങ്ങനെ ഒരു ഫാൻ മൊമെന്റ് എന്നൊന്നും പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ ഞാൻ ആ മൂവി അവിടെ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ ടിയേഴ്സ് ഫ്ലോ ഡൗൺ ചെയ്തു. അത്രയും ഒരു ഇമോഷണലി എനിക്ക് എൻ്റെ കുട്ടിക്കാലം വരെ ഓർമ്മ വന്നു. പിന്നെ നമുക്കങ്ങനെ മിസ്സായി പോയ എന്തോ ഒരു സാധനം തിരിച്ചു കിട്ടിയതുപോലെ ഒരു അങ്ങനത്തെ ഒരു, അതായത് ചെറിയ കുട്ടി ലിൻഡ അവിടെ ഇരുന്ന് അപ്ലോഡ്സ് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ഈ സിനിമയിലെ സ്ട്രോങ് കഥാപാത്രം നമ്മുടെ സ്കെൽറ്റോർ. എനിക്ക് ആ കാർട്ടൂണിൽ കാണുമ്പോഴല്ലോ നമ്മൾ സ്കെൽറ്റോർ എന്തുകൊണ്ടാണ് ഇയാള് അവസാനമാകുമ്പോൾ അയാള് ഓടി രക്ഷപ്പെടുമല്ലോ, ആ പരിപാടിയാണ്. അപ്പൊ അന്ന് ഞാൻ വിചാരിക്കുന്നു ഇയാളെന്താ ഒരു തവണയെങ്കിലും ഒന്ന് ജയിച്ചു കൂടെ എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ ഫിലിമില് ഹീമാൻ പാവം, അവന് കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പൊ അത്രയും സ്ട്രോങ് ക്യാരക്ടറാണ് സ്കെൽറ്റോർ അല്ലേ. പിന്നെ അതിനകത്ത് വേറെ ആ ലോക് ജോ എന്താണ് ആ ക്യാരക്ടറിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്റെ ഡ്രോപ്പ് ജോയ് അങ്ങനെ എന്തുള്ള ആ ക്യാരക്ടറും നല്ല ക്യാരക്ടറാണ്. അതിൽ സോഴ്സറേഴ്സ് പിന്നെന്താണ് എല്ലാ ക്യാരക്ടേഴ്സും സൂപ്പർ. ഡങ്കൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ പെർഫോമൻസ്. റോബോട്ട് മറ്റേ അയ്യോ അതിനൊക്കെ എല്ലാവരോടും നമുക്കൊരു പേഴ്സണൽ ടച്ച് ഫീൽ ചെയ്യും. പക്ഷെ ഇത് പറയുന്നത് ഈ കോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഫിലിംസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിത് പറയണേ. പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അന്നത്തെ കാർട്ടൂൺസ് ഒക്കെ ഞാൻ സ്ഥിരം കാണുന്നുണ്ട്. ഇപ്പോഴത്തെ കാർട്ടൂൺസ് എന്തുകൊണ്ടോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. മേ ബി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് നമ്മളുടെ ഈ ഹീറോ എന്ന് വെച്ചാൽ ഭയങ്കര നൈവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അയാൾക്കൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അയാൾ എപ്പോഴും നേരെ പോയിട്ട് യുദ്ധം ചെയ്യുന്ന വ്യക്തിയല്ല. ഹി വിൽ ഗോ ഫോർ എ ടോക്ക്. ഒരു എംപത്തറ്റിക് ഹ്യൂമാനിറ്റിക് സൈഡൊക്കെ ഈ ഹീറോയ്ക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു നമ്മളെ കുറച്ചുകൂടി അത് ഇൻഫ്ലുവൻസ് ചെയ്തു. എന്തോ ഒരു പടങ്ങളെ ഞാൻ വരച്ചു എന്റെ നോട്ട്ബുക്കിൽ അങ്ങനെ ബനിയനൊക്കെ ഇങ്ങോട്ട് വരയ്ക്കുമായിരുന്നു. ഹീമാനായിരുന്നു എൻ്റെ ഹീമാന്, സ്പൈഡർമാന്, ഇങ്ങനത്തെ ഈ ശക്തിമാനൊക്കെ ഓക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഹീമാനൊക്കെ ആയിരുന്നു. ഞാൻ ഒരു മസിലൊക്കെ ഇങ്ങനെ വരയ്ക്കും ഇങ്ങനെ. ഒരു രക്ഷയില്ല, നന്നായിട്ട്. എനിവേ നൈസ് മൂവി. നിങ്ങൾ ഇത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ ഞങ്ങൾ നിന്റെ ചെറുപ്രായത്തിൽ കണ്ടുകൊണ്ടിരുന്ന സൂപ്പർ ഹീറോ ആണ് പുള്ളിക്കാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കിത് വേണമെങ്കിൽ കാർട്ടൂണൊക്കെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഹീമാൻ്റെ ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ബൈ ദ ബൈ, നിങ്ങൾ ഈ മൂവി തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കണം. നമ്മൾ TV കാണുന്ന പോലെയല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ഇറ്റ്സ് ഡിഫറെന്റ്. ഞങ്ങളുടെ മൂത്ത മോന് ആക്ച്വലി ഹീമാൻ എന്നൊക്കെ പറഞ്ഞപ്പോ എന്ത് ഹീമാൻ കാണാനൊന്നും ഞാൻ പോവാനില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അവന്റെ. കണ്ടു കഴിഞ്ഞപ്പോ ഹീ റിമെമ്പേർഡ് ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഇൻ ദാറ്റ് മൂവി. അത്രയും അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടു ആ മൂവി. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടതാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടേണ്ടതാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.